ഹലോ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് ഈവനിങ് പറയണോ എന്ന് അറിഞ്ഞൂടാ. കാര്യം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ഇന്ന് രാവിലെ വോയിസ് കൊടുക്കുക. കാര്യം പനിയാണ്. അല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി. ഇത് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥയാണ്. കുറേ നാളുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. എന്ത് ശരിയാവുമെന്ന് അറിഞ്ഞൂടാ തോന്നുന്നു. അച്ഛൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് റോഡാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൈസ വേണ്ടേ. അങ്ങനെ ആദ്യം നമ്മൾ ATM പോയി പൈസ എടുത്ത് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലല്ല പോകുന്നത്, ഡോക്ടറുടെ വീട്ടിലാണ് പോകുന്നത്. അങ്ങനെ നേരെ അവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒരിടയായിട്ട് ഇവിടെ നിന്നാണ് മരുന്ന് മേടിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അസുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ റിഞ്ചുവിൽ റിഞ്ചുവിൽ അമ്മാമ്മയെ കാണാൻ പോകാമെന്നാണ് പറയണത്. അങ്ങനെ ഡോക്ടറുടെ വീടൊക്കെ എത്തി. അവിടെ നിന്ന് മരുന്നൊക്കെ മേടിച്ച് പിന്നെ എനിക്ക് ചില്ലറ മേടിക്കാണ്. ഡോക്ടറിൻ്റെ നിന്ന് തന്നെ ഞാൻ ചില്ലറയും വാങ്ങിച്ച്. ഇന്നും എനിക്ക് ഒരുപാട് മരുന്ന് തരുന്നത്. കാര്യം എൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു. കഫമൊക്കെ കരഞ്ഞ് തലവേദനയൊക്കെ കൂടി. അങ്ങനെ പിന്നെ അവിടുന്ന് ചില്ലറയൊക്കെ മേടിച്ച് നേരെ ഞാനും അച്ഛനും കൂടി ഇളമ്പലെത്തി. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മുടെ അതിൽ മീൻ വന്നിട്ട് വരുന്ന മീനും അത്ര നല്ലതല്ല. അങ്ങനെ ഇളമ്പലെന്ന് മേടിക്കാനായിട്ട് ഇളമ്പ ചെന്ന് മീനൊക്കെ വാങ്ങാൻ നിന്നപ്പോൾ വല്യച്ഛനെ കണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ തിരക്കുണ്ടായിരുന്നു. തിരക്കൊക്കെ മാറിയിട്ട് അച്ഛൻ അവിടുന്ന് മീൻ മേടിച്ച്. നമ്മൾ മേടിച്ച ചൂരയായിരുന്നേ. അങ്ങനെ ചൂരയും മേടിച്ച് അപ്പോഴാണ് ഞാനിക്കുട്ടി ഞാൻ ഇറങ്ങാൻ നേരത്തെ അമ്മയും മിഠായി കൊണ്ട് വരണേന്ന് പറഞ്ഞത്. ഈ മിഠായിക്കായിട്ട് കാത്തിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിക്കുട്ടിക്കുള്ള മിഠായി മേടിക്കാനായിട്ട് അടുത്തുള്ള ബേക്കറിയിലോട്ട് കയറി. 2 ഡയറി മിൽക്ക് 2 മേടിക്കണം. ഒന്ന് പൊന്നൂസിൻ്റെ, ഒന്ന് ഞാനിക്കുട്ടി. ഞാൻ 10ൻ്റെയും വാങ്ങും. കാര്യം ഒരുപാട് ചോക്ലേറ്റ് കഴിക്കണ്ട. ഏറ്റവും ചെറുത് നോക്കിയാണ് എന്നെ കാത്തല്ലേ നിൽക്കുന്ന 2 പേര്. മിഠായി കാത്താണ് നിൽക്കുന്നത്. മിഠായി വാങ്ങാം. അങ്ങനെ പൊന്നൂസ് ഓടി ഇറങ്ങിയാണ്. ഞാനിക്കുട്ടി അവിടെ നിന്ന് ചോദിക്കുന്നതെല്ലാം മിഠായി ഉണ്ടോ എന്നാ. ആ മിഠായി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ കയറിപ്പോയി പൊന്നൂസിൻ്റെ മിഠായും കൊടുത്ത്, പിന്നെ ജാനിക്കുട്ടിയുടെ മിഠായും കൊടുത്ത്, പിന്നെ നേരെ പോയി ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ച. കാര്യം രാവിലെ ഒന്നും കിടക്കാൻ പറ്റിയില്ല, അമ്മ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. ബായ്, ശരി.